കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീ സീതായ പതയേ നമഃ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. അപ്പം നമ്മൾ പിന്നെ ശ്രീരാമൻ വാൽമീകിയോടെ എവിടെയാണ് എനിക്ക് വസിക്കാൻ ഏറ്റവും നല്ല സ്ഥലം എന്ന് ചോദിച്ചപ്പോൾ വാൽമീകി ഉത്തരം പറയണതാണല്ലോ നമ്മൾ ചെയ്തിരുന്നത്. അപ്പോൾ നമ്മൾ ഏതാണ് ചെയ്തതെന്ന് വെച്ചാൽ ഈ സങ്കല്പ വികല്പങ്ങൾ പൊന്തിക്കൊണ്ടിരിക്കുന്ന മനസ്സിനെയും പിന്നെയോ വിവേക ശക്തിയുള്ള ബുദ്ധിയെയും എല്ലാം അങ്ങേൽ സമർപ്പിച്ചിട്ട് എതിർച്ഛയാ നമുക്ക് കിട്ടുന്ന ഭക്ഷണപദാർത്ഥങ്ങളെയും വസ്ത്രാദികളെയൊക്കെ സ്വീകരിച്ച് എപ്പോഴും സന്തോഷത്തോടു കൂടി ഇരിക്കുന്നവൻ ആരാണോ, മാത്രമല്ല എല്ലാ കർമ്മങ്ങളെയും അങ്ങയിൽ സമർപ്പിച്ചു കൊണ്ടിരിക്കുന്നവൻ ആരാണോ അവൻ്റെ മനസ്സാണ് അങ്ങയ്ക്ക് വസിപ്പാൻ ഏറ്റവും യോഗ്യം. കാട്ടിലത്തെ സ്ഥലമൊന്നുമല്ല പറയണേ. എന്താ പറയണേ? മനസ്സും ബുദ്ധിയും അങ്ങയിൽ സമർപ്പിച്ചിട്ട് എതിർച്ഛയാ ലാഭസന്തുഷ്ടന്മാരായി കഴിയുന്നവരും പിന്നെയോ എല്ലാ കർമ്മങ്ങളും അങ്ങയ്ക്കുള്ള ഒരു ആരാധനയായി കരുതി ചെയ്യുന്നവരും അങ്ങനെയുള്ളവരുടെ മനസ്സാണ് അങ്ങയ്ക്ക് വസിക്കാൻ ഏറ്റവും യോഗ്യം എന്ന് പറഞ്ഞാണ് നമ്മൾ നിർത്തിയത്. 59 യോ ന ദ്വേഷ്ട്യപ്രിയം പ്രാപ്യ പ്രിയം പ്രാപ്യ ന ഹൃഷ്യതി സർവം മായേതി നിശ്ചിത്യ ത്വാം ഭജേത് തന്മനോഗൃഹം യഹ അപ്രിയം പ്രാപ്യ ന ദ്വേഷ്ടി. ഒരാൾ അപ്രിയം നമ്മളോട് ചെയ്താൽ അവരോട് ദേഷ്യപ്പെടേ, പ്രിയം പ്രാപ്യ എന്ന ഹൃഷ്യതി. ഇനി നമ്മളോട് പ്രിയം ചെയ്ത അവരോടൊരു അതിൽ വളരെ സന്തോഷിക്കുകയോ, സർവം മായായിതി നിശ്ചിത്യ, ഒക്കെ മായയാണ്. സുഖം വന്നാലും ദുഃഖം വന്നാലും ദേഷ്യം വന്നാലും സ്നേഹം വന്നാലും ഇതൊക്കെ മായന്നെയാണെന്ന് നിശ്ചയിച്ചിട്ട് ത്വാം ഭജേതി, അങ്ങേ ഭജിക്കുന്ന ആളാരാണോ തന്മനഃ ഗൃഹം, അവൻ്റെ മനസ്സ് തന്നെയാണ് അങ്ങക്ക് വസിക്കാൻ ഏറ്റവും യോഗ്യമായ സ്ഥലം. എന്താ പറയണേ? അതായത് ഒരു ഭക്തൻ്റെ ലക്ഷണങ്ങളാണ് പറയണത് അപ്പോൾ ഇതിൽ അല്ലേ. എന്താണ്? എന്തെങ്കിലും ഇഷ്ടമുള്ളത് കിട്ടിയാൽ അതിയായി സന്തോഷിക്കാതെയും എന്തെങ്കിലും അനിഷ്ടമുണ്ടായാൽ അതിലതിയായി ദുഃഖിക്കാതെയും അല്ലെങ്കിൽ ദ്വേഷിക്കാതെയും ദേഷ്യം തോന്നാതെയും ദുഃഖിക്കാതെയും ഈ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ മായയുടെ ഒരു കളി കൊണ്ടാണ് തോന്നണ എന്ന് നല്ലവണ്ണം ചിന്തിച്ചുറപ്പിച്ച് മായാതീതനായിട്ടുള്ള ഭഗവാൻ ആരാണോ ആ ഭഗവാനെ സർവദാ ഭജിക്കുന്നു എന്ന് വിചാരിച്ച് ഭജിക്കുന്ന അങ്ങനെയുള്ള ആളുടെ ഹൃദയമാണ് അങ്ങയുടെ ഏറ്റവും ഉത്തമമായിട്ടുള്ള വാസഗൃഹം. എത്ര നല്ല ഇതാണ് നമുക്ക് പറഞ്ഞു തരണതല്ലേ. എന്തെങ്കിലും കിട്ടിയാൽ അതിയായിട്ട് സന്തോഷിക്കുക. അങ്ങനെ നമ്മൾ കാണുമല്ലോ, നമുക്കുണ്ട്, നമ്മൾ ലോകത്തിനും കാണും. അതായത് സന്തോഷവും ദുഃഖവും ഒന്നും ഹാൻഡിൽ ചെയ്യാൻ വയ്യ, വിജയവും പരാജയവും ഹാൻഡിൽ ചെയ്യാൻ വയ്യ. അങ്ങനെയൊക്കെ നമ്മൾ ധാരാളം കാണുന്നുണ്ട്. ചിലപ്പോൾ വിജയം ഹാൻഡിൽ ചെയ്യാൻ പറ്റാനായിട്ട് അനവധി ആൾ നശിക്കുന്നുണ്ട്, പരാജയം ഹാൻഡിൽ ചെയ്യാൻ പറ്റാനായിട്ടും നശിക്കുന്നുണ്ട്. എന്തെങ്കിലും വിചാരിച്ചത് കിട്ടിയാൽ അതിയായിട്ട് സന്തോഷിക്കുക, കിട്ടിയില്ലെങ്കിൽ അതിയായിട്ട് ദുഃഖിക്കുക, നിരാശപ്പെടുക, ഇതൊന്നും അരുതെന്നാണ് പറയണത്. അങ്ങനെയൊന്നും ചെയ്യാതെ ഇതെല്ലാം മായയുടെ ഉള്ളിൽ നടക്കണ ഓരോ മായാവൈഭവങ്ങളാണെന്ന് നിശ്ചയിച്ചുറപ്പിച്ചിട്ട് ഭഗവാനിൽ തന്നെ മനസ്സുറപ്പിക്കുന്ന ആളാണ് അങ്ങയ്ക്ക് വസിപ്പാൻ ഏറ്റവും യോഗ്യം. യോ ന ദ്വേഷ്ട്യപ്രിയം പ്രിയം പ്രാപ്യ ന ഹൃഷ്യതി സർവം മായേതി നിശ്ചിത്യ ത്വാം ഭജേത് തന്മനോഗൃഹം. രാമായണം വായിച്ചാൽ പിന്നെ അത് മാത്രമേ വായിക്കണ്ടൂ ശരിക്കും നമുക്ക് അല്ലേ, വേറെ ഒന്നും വേണ്ട. ഭാഗവതം വായിക്കുമ്പോൾ തോന്നും അത് മാത്രമേ വേണ്ടൂ. എല്ലാം അതിലുണ്ട്. സകല തത്വങ്ങളും വേദാന്തങ്ങളും എല്ലാം ഈ പുരാണങ്ങളിലൊക്കെ ഉണ്ട്. ഷഡ്ഭാവാദി വികാരാൻ യോ ദേഹേ പശ്യതി നാത്മനി ക്ഷുത്രിസുഖം
ഭയം ദുഃഖം പ്രാണബുദ്ധ്യോർനിരീക്ഷതേ സംസാരധർമ്മൈർനിർമുക്തസ്തസ്യ തേ മാനസം ഗൃഹം. ഷഡ്ഭാവാദിവികാരാൻ ഏതൊക്കെയാണ്? 6 വികാരങ്ങൾ, ജന്മാദി വികാരങ്ങൾ. ജനനം വികാരങ്ങളെ പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ പരിണാമങ്ങളെന്നും കൂടി അർത്ഥം നമുക്കെടുക്കാം. അതായത് ജനിക്കുക, കുറച്ചുകൂടി വളരുക അല്ലേ, പിന്നെയോ വൃദ്ധി പ്രാപിക്കുക, പിന്നെ നമ്മൾ പിന്നെ എന്താണ് ഒരു യുവാവാവും, പിന്നെ മധ്യവയസ്കനാവും, വൃദ്ധനാവും, അത് കഴിഞ്ഞാൽ വാർദ്ധക്യം കൊണ്ട് ക്ഷീണിതനായിട്ട് നമ്മൾ മരിക്കും ചെയ്യും. ഇങ്ങനത്തെ 6 വികാരങ്ങളെന്നാണ് പറയുക. ആ 6 വികാരങ്ങൾ അവൻ്റെ ദേഹത്തിലുണ്ട് എന്ന് വിചാരിക്കുന്നത് എന്തുകൊണ്ടാണ്? ദേഹാഭിമാനം കൊണ്ട്. അപ്പം ദേഹാഭിമാനം ഉള്ള ആള് ആത്മനി ന പശ്യതി, അങ്ങനെ ഞാൻ ആത്മാവാണ് എന്ന് കാണാൻ കഴിയാത്തവരാണ് ഈ ദേഹം ആണല്ലോ ഞാൻ ദേഹമാണെന്ന് വിചാരിക്കണം. അവർക്കാണ് ഈ പിന്നെ ജനനവും മരണവും അതിനിടയ്ക്കുള്ള എല്ലാ അവസ്ഥകളും ഒക്കെ ഞാൻ ആത്മാവാണ് എന്ന് വിചാരിക്കാൻ കഴിയാത്തവർ, നമ്മളെപ്പോലുള്ള ദേഹാഭിമാനികൾക്ക് മാത്രമേ ഈ 6 വികാരങ്ങളും അതുകൊണ്ടുള്ള ദുഃഖസുഖങ്ങളൊക്കെ ഉള്ളൂ. ക്ഷുത്രഭയം, വിശപ്പ്, ദാഹം, ഭയം ഇവയും സുഖം ദുഃഖം ഇവയെയും പ്രാണബുദ്ധിയെ പ്രാണനിലും ബുദ്ധിയിലും നിരീക്ഷത കാണുന്നുവോ സംസാരധർമ്മങ്ങളാൽ നിർമുക്തമായ ഏറ്റവും മോചിക്കപ്പെട്ടവൻ യാതൊരുവനോ തസ്യ മാനസം തേ ഗൃഹം. അങ്ങനെയുള്ള മനസ്സാണ് അങ്ങയുടെ ഗൃഹം. എന്താ പറഞ്ഞു വെച്ചാൽ എന്താ ആ 6 കാര്യങ്ങൾ എന്തൊക്കെയാണ്? ജനനം, പിന്നെ നമ്മൾ എക്സിസ്റ്റ് ചെയ്യണത്, അതായത് ജനിക്കുക എന്നിട്ട് പിന്നെ ജീവിച്ചും കൊണ്ടിരിക്കുക, അപ്പം തന്നെ മരിച്ചാൽ കാര്യമില്ലല്ലോ. ജനനം എന്നിട്ട് ജീവിച്ചും കൊണ്ടിരിക്കൽ, പിന്നെയോ ആകൃതിയൊക്കെ മാറണത്, അതായത് കുട്ടി പിന്നെ വലുതായി അങ്ങനെയാണല്ലോ ആകൃതി, അതാണ് പരിണാമം. പിന്നെ വെച്ചാൽ വളർച്ച വൃദ്ധിയും പരിണാമവും, വൃദ്ധി കൊണ്ടാണല്ലോ പരിണാമങ്ങൾ ഉണ്ടാവണം, വളർച്ച കൊണ്ട് ഇങ്ങനെ പരിണാമം ഉണ്ടാവും. പിന്നെ വയ്യാതെ ആവുക, പിന്നെ നശിക്കുക, അത് അപക്ഷയവും വിനാശവും. അപ്പോൾ ഇങ്ങനെ പറയാം നമുക്ക്. ജനനം സത്ത മീൻസ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുക, അത് പിന്നെ പരിണാമം, വൃദ്ധി, അപക്ഷയം, വിനാശം. ഇങ്ങനത്തെ 6 ശരീരങ്ങൾ ആണ് നമ്മളെ ശരീരത്തിനെ ബാധിക്കണത്. ആത്മാവിന് ഈ വൃദ്ധിയും ക്ഷയവും ഒന്നുമില്ല. അപ്പോൾ ആത്മാവാണ് താൻ മനസ്സിലായവന്, ആത്മാവിന് ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് നാശരഹിതനാണ്. വിശപ്പില്ല, ദാഹമില്ല. നമ്മൾ ഗീതയിൽ പറയുന്നുണ്ടല്ലോ, വിശപ്പില്ല, ദാഹമില്ല, ചൂടില്ല, തണുപ്പില്ല, സുഖദുഃഖങ്ങളില്ല. അതൊക്കെ എൻ്റെ ദേഹത്തിന് മാത്രമേ ഉള്ളൂ, എനിക്കില്ല എന്നറിയുന്ന ബുദ്ധിയോടുകൂടിയവനും ജനനമരണാദി ഈ സംസാരധർമ്മങ്ങളിൽ നിന്നൊക്കെ മുക്തനായവനും ആത്മസ്വരൂപനുമായിരിക്കുന്നവൻ ആരാണോ അവൻ്റെ മാനസമാണ് അങ്ങയ്ക്ക് വസിപ്പാനുള്ള സ്ഥാനം. ഇതന്നെ പറയണം. ദേഹാഭിമാനം ഇല്ലാതെ ഞാൻ ആത്മാവാണെന്ന് വിചാരിച്ചിട്ട് ഈ സുഖദുഃഖാദികളിൽ നിന്നൊക്കെ മോചനം ലഭിച്ച് ഈ ജനനമരണ ചക്രങ്ങളിൽ നിന്നും മോചനം ലഭിച്ച ജീവൻ മുക്തന്മാരുടെ ഹൃദയത്തിലാണ് അങ്ങ് വസിക്കണം. അതാണ് ഏറ്റവും നല്ല വാസസ്ഥാനം. അപ്പോൾ ഷഡ്ഭാവാദി വികാരാന്യോ ദേഹേ പശ്യതി നാത്മനി ക്ഷുത്രസുഖം ഭയം ദുഃഖം പ്രാണബുദ്ധ്യോർനിരീക്ഷതേ സംസാരധർമ്മൈർനിർമുക്തസ്തസ്യ തേ മാനസം ഗൃഹം. ഇതുപോലെ ഈ സംസാര ചക്രത്തിൽ നിന്ന് മുക്തനായിരിക്കുന്നവൻ്റെ ഹൃദയം ആണ് അങ്ങക്ക് ഏറ്റവും നല്ല വാസസ്ഥാനം. ഇനി 62 പശ്യന്തിയേ സർവഗുഹാശയസ്ഥം ത്വാം ചിദ്ഘനം സത്യമനന്തമേകം അലേപകം സർവഗതം വരേണ്യം തേഷാം ഹൃദബ്ജേ സഹസീതയാവസ. സർവഗുഹാശയസ്ഥം എന്ന് പറഞ്ഞാൽ എന്താ? സർവാന്തര്യാമി, എല്ലാവരുടെയും ഹൃദയഗുഹയിൽ വസിക്കുന്നവൻ. ചിദ്ഘനം എന്ന് പറഞ്ഞാലോ ജ്ഞാനസ്വരൂപൻ, സത്യം, അതായത് 3 കാലത്തും ത്രികാലത്തിലും ഒരുപോലെ ഇരിക്കുന്നതാണ് സത്യം. അപ്പം സത്യം എന്ന് പറഞ്ഞാൽ നാശമില്ലാത്തവനാണ്, നാശരഹിതനും അനന്തം, ഇൻഫിനിറ്റാണ്, അപരിച്ഛിന്നം എന്നൊക്കെ പറയാം. അനന്തം, ഇൻഫിനിറ്റാണ്. ഏകനും രണ്ടാമതൊരു ശക്തി ഇല്ല.
അലേപകം ഒന്നിനോടും ചേർന്നിരിക്കാത്തവനും, രണ്ടാമതൊന്നുണ്ടെങ്കിലല്ലേ ചേരണ്ടു, ഏകനാണ്. സർവഗതം എങ്ങും നിറഞ്ഞിരിക്കുന്നവനും, ഓൾ പെർവേഡിങ്. വരേണ്യം അതായത് പ്രാപിക്കാൻ ഏറ്റവും യോഗ്യനായവനും, അല്ലെങ്കിൽ മോക്ഷം പ്രാപിക്കാൻ ഏറ്റവും യോഗ്യനായെന്ന് പറയാം. യേ പശ്യന്തി യാതൊരുത്തർ കാണുന്നുവോ, തേഷാം ഹൃദബ്ജേ അവരുടെ ഹൃദയത്തിൽ സീതയാ സഹാവാസ സീതയോടുകൂടി വസിച്ചാലും. എന്താ പറഞ്ഞ? ചൈതന്യസ്വരൂപനും എങ്ങും നിറഞ്ഞു നിൽക്കുന്നവനാണെങ്കിലും ആരോടും ബന്ധമില്ലാത്തവനും, നാശരഹിതനും, കാലാതീതനും, അല്ലേ, ദേശകാലാതീതനും എന്ന് പറയണം. അതായത് ദേശകാലാതീതനാവുമ്പോഴല്ലേ ഇൻഫിനിറ്റ് ആവണത്, അല്ലേ, അപരിച്ഛിന്നനാവണത്. അപ്പോൾ ദേശകാലാദികൾക്ക് അതീതനും, അതുകൊണ്ട് അപരിച്ഛിന്നൻ എന്ന് പറയുന്ന അവനും സർവോത്കൃഷ്ടനുമായ അങ്ങയെ, എല്ലാ തരത്തിലും ഉത്കൃഷ്ടമായിട്ടുള്ള അങ്ങയെ ആരാണ് അറിയുന്നത്, അല്ലെങ്കിൽ ആർക്കാണ് അനുഭവരൂപേണ ആരാണ് അറിയുന്നത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ശരിക്കും ജ്ഞാനികൾ തന്നെ, അല്ലെങ്കിൽ ജീവൻ മുക്തന്മാർ, ജീവിതത്തിൽ റിയലൈസേഷൻ വന്നവരെയാണല്ലോ. അങ്ങനെയൊക്കെയുള്ള ഒരു ആളാണെന്ന്, അങ്ങനെയാണ് ഞാൻ എന്ന് അനുഭവരൂപേണ അറിയുന്നത് ആരാണ്? അവരുടെ ഹൃദയഗുഹയിൽ സീതാ സഹിതനായിട്ട് വസിച്ചാലും. അങ്ങനെയാണ് പറയണത്. ചൈതന്യസ്വരൂപനും എങ്ങും നിറഞ്ഞവനാണെങ്കിലും ആരോടും ചേർന്നിരിക്കാത്തവനും, കാലദേശാവധിഭ്യാം നിർമുക്തനും, അതുകൊണ്ട് അപരിച്ഛിന്നനും, സർവോത്കൃഷ്ടനുമായ അങ്ങയെ ഏതൊരു ആൾക്കാരാണ് അനുഭവരൂപേണ അറിയുന്നത്, അവരുടെ ഹൃദയഗുഹയിൽ അങ്ങ് സീതാസമേതനായി വസിച്ചാലും. എത്ര നല്ലതാണല്ലോ, എന്ത് രസമായിട്ട് പറയണു. പശ്യന്തിയേ സർവഗുഹാശയസ്ഥം ത്വാം ചിദ്ഘനം സത്യമനന്തമേകം അലേപകം സർവഗതം വരേണ്യം തേഷാം ഹൃദബ്ജേ സഹ സീതയാ വസ നിരന്തരാഭ്യാസ ദൃഢീകൃതാത്മനം ത്വത്പാദസേവാ പരിനിഷ്ഠിതാനാം ത്വന്നാമകീർത്തിയാ ഹതകൽമഷാണാം സീതാസമേതസ്യ ഗൃഹം ഹൃദബ്ജേ. എന്താണ്? നിരന്തരാഭ്യാസ ദൃഢീകൃതാത്മനാം, നിരന്തര അഭ്യാസം കൊണ്ട്, അഭ്യാസേനതു കൗന്ദേയാന്ന് ഭഗവാൻ പറഞ്ഞു ഗീതയിൽ. അപ്പോൾ നിരന്തര അഭ്യാസം കൊണ്ട് നല്ല ദൃഢമായിട്ട് മനസ്സിൽ ഭഗവാനെ പ്രതിഷ്ഠിച്ചവരും, ത്വൽപാദസേവാ പരിനിഷ്ഠിതാനം അങ്ങയുടെ പാദസേവയിൽ അങ്ങേയറ്റം താല്പര്യമുള്ളവരും, കീർത്തിയ അങ്ങയുടെ നാമങ്ങൾ എപ്പോഴും കീർത്തനം ചെയ്ത്, ഹതകൽമഷാണാം നശിക്കപ്പെട്ട പാപത്തോടു കൂടിയവരും, അതായത് നാമജപം ചെയ്തിട്ട് പാപം നശിച്ചവരും, ഹൃദബ്ജേ ഹൃദയഗുഹയിൽ, ഹൃദയപുണ്ടരീകത്തിൽ, അബ്ജാണ് ഹൃദബ്ജ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഹൃദയമാകുന്ന താമരേലി, സീതാസമേതസ്യ സീതാസഹിതനായ അങ്ങയുടെ ഗൃഹം അതാണ് എന്ന് പറഞ്ഞു. ഇവിടെ എന്താ പറഞ്ഞ വെച്ചാൽ, നിരന്തരമായിട്ടുള്ള ധ്യാനവും സാധനയൊക്കെ ചെയ്ത് ആ അഭ്യാസം കൊണ്ട് അങ്ങയിൽ തന്നെ സ്ഥിതപ്രജ്ഞനായിട്ട്, അങ്ങയിൽ തന്നെ പുറപ്പെട്ട മനസ്സോടുകൂടിയ സ്ഥിതപ്രജ്ഞനായവരും അങ്ങയുടെ പാതാരവിന്ദങ്ങളിൽ സേവിക്കാൻ വളരെയധികം താല്പര്യമുള്ളവരും, അങ്ങയുടെ നാമജപം കൊണ്ട് എല്ലാ പാപങ്ങളും നശിച്ചവരും ആയിട്ടുള്ള ജനങ്ങളുടെ ഹൃദയമാകുന്ന താമരയിൽ സീതാസമേതം അങ്ങ് വസിച്ചാലും അതന്നെയാണ് അങ്ങയ്ക്ക് ഉത്തമമായിട്ടുള്ള വാസസ്ഥാനം. നിരന്തരാഭ്യാസ ദൃഢീകൃതാത്മനാം ത്വത്പാദസേവാ പരിനിഷ്ഠിതാനാം ത്വന്നാമകീർത്തിയ ഹതകൽമഷാണാം സീതാസമേതസ്യ ഗൃഹം ഹൃദബ്ജേ. രാമ ത്വന്നാമമഹിമാ വർണ്യതേ കേന വാ കഥം യത്പ്രഭാവാദഹം രാമ ബ്രഹ്മർഷിത്വമവാപ്തവാൻ. രാമ സംബോധന ചെയ്യാണ്, രാമനെ വിളിച്ചിട്ട്, ത്വന്നാമ മഹിമ, രാമ അങ്ങയുടെ നാമത്തിൻ്റെ മഹിമ, കേന കഥം വാ വർണ്യതേ, ആർക്കാണ്
വർണ്ണിക്കാൻ, എങ്ങനെ വർണ്ണിക്കാൻ സാധിക്കും? ആർക്ക് വർണ്ണിക്കാൻ സാധിക്കും? യത് പ്രഭാവാത്, ആ നാമത്തിൻ്റെ പ്രഭാവം കൊണ്ട് അഹം ബ്രഹ്മർഷിത്വം അവാപ്തവാൻ, ആ നാമമഹിമ കൊണ്ടാണ് ഞാൻ ബ്രഹ്മർഷിയായതെന്ന് വാൽമീകി പറയല്ലേ. രാമ, അങ്ങയുടെ നാമമഹിമ എനിക്ക് പറഞ്ഞറിയിക്കാൻ, എനിക്കെന്നല്ല ആർക്കും തന്നെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എന്താ വെച്ചാൽ രാമ, ആ രാമനാമത്തിൻ്റെ മഹിമ കൊണ്ടാണ് ഞാൻ ഇന്ന് ബ്രഹ്മർഷി, വെറൊരു കാട്ടാളനായിരുന്ന ഞാൻ ആ രാമനാമം ജപിച്ച് പാപം തീർന്നിട്ടാണ് ഇന്ന് ഞാൻ ബ്രഹ്മർഷിയായത്. ഇനി അവനവൻ്റെ കഥ പറയുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗം വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഇതിൽ വായിക്കാം, എന്താ പറയുക, എഴുത്തച്ഛൻ്റെ നമുക്ക് വായിക്കാൻ ശ്രമിക്കാം കേട്ടോ. ആത്മീയാശ്രമത്തിൽ ചെന്നിട്ട് ഞാൻ എവിടെ താമസിക്കണം എന്ന് പറഞ്ഞ് കഴിഞ്ഞതിന് ശേഷമുള്ള ഭാഗം നമുക്ക് എത്ര നന്നായിട്ട് പറഞ്ഞെന്നറിയോ. അത് വായിച്ചാൽ പിന്നെ നമുക്ക് അത്ര ഒരു ക്ലിയർ ആവും എന്നുള്ള പോലെയാണ്. വളരെ നല്ലതാണ്. ഞാൻ എൻ്റെ കുറച്ച് ഭാഗമെങ്കിലും വായിക്കട്ടെ കേട്ടോ. മന്ദസ്മിതം എന്നതു കേട്ടു വാത്മീകി ആദ്യം ചോദിക്കണ്ടല്ലോ, ഇങ്ങനെയുള്ള ദിവ്യന്മാരിരിക്കുന്ന മംഗലദേശങ്ങൾ കുറച്ച് ആദ്യം പറയട്ടോ, എവിടെ താമസിക്കേണ്ട ചോദിച്ചപ്പോൾ. എന്നിട്ട് പറയാണ്, സർവലോകങ്ങളും നിങ്കൽ വസിക്കുന്നു, സർവലോകേഷു നീയും വസിച്ചിടുന്നു. ഇങ്ങനെ സാധാരണം നിവാസസ്ഥലം, അങ്ങനെയാകയാൽ എന്തു ചൊല്ലാവതും. സീതാസഹിതനായി വാഴുവാനിന്നൊരു ഭേദം വിശേഷേണ ചോദിച്ച കാരണം, സൗഖ്യേന തേ വസിപ്പാനുള്ള മന്ദിരമാഖ്യാവിശേഷേണ ചൊല്ലുന്നതുണ്ടു ഞാൻ പറയാമെന്ന് പറയാം. വാൽമീകി, സന്തുഷ്ടരായി സമദൃഷ്ടികളായി ബഹുജന്തുക്കളിൽ ദ്വേഷഹീനമതികളായി ശാന്തരായി നിന്നെ ഭജിപ്പവർ തന്നെ സ്വാന്തം നിനക്കു സുഖവാസമന്ദിരം. നിത്യധർമാധർമ്മമെല്ലാം ഉപേക്ഷിച്ചു ഭക്ത്യാ ഭവാനെ ഭജിക്കുന്നവരുടെ ചിത്തസരോജം ഭവാനിരുന്നിടുവാൻ ഉത്തമമായി വിളങ്ങിടുന്ന മന്ദിരം. നിത്യവും നിന്നെ ശരണമായി പ്രാപിച്ചു നിർദ്വന്ദ്വരായി നിസ്പൃഹരായി നിരീഹരായി ത്വന്മന്ത്രജാപകരായുള്ള മാനുഷർ തന്മന പങ്കജം തേ സുഖമന്ദിരം. ശാന്തന്മാരായി നിരഹങ്കാരികളുമായി ശാന്തരാഗദ്വേഷമാനസന്മാരുമായി ലോഷ്ഠാശ്മകാഞ്ചന തുല്യമതികളാം ശ്രേഷ്ഠമതികൾ മനസ്തവ മന്ദിരം. നിങ്കൽ സമസ്ത കർമ്മങ്ങൾ സമർപ്പിച്ചു നിങ്കലെ ദത്തമായോരു മനസ്സോടും സന്തുഷ്ടരായി മരുവുന്നവർ മാനസം സന്തതം തേ സുഖവാസായ മന്ദിരം. ഇഷ്ടം ലഭിച്ചിട്ടു സന്തോഷമില്ലൊട്ടും മിഷ്ടേതരാപ്തിക്കനുതാപവുമില്ല. പറഞ്ഞില്ലേ, കിട്ടിയ സന്തോഷാധികം അതന്നെയാണ്. നോക്കൂ, ഇഷ്ടം ലഭിച്ചിട്ടു സന്തോഷമില്ലൊട്ടും ഇഷ്ടേതരാപ്തിക്കനുതാപവുമില്ല, ദുഃഖമില്ല. സർവവും മായേതി നിശ്ചിത്യ വാഴുന്ന ദിവ്യ മനസ്തവ വാസായ മന്ദിരം. എല്ലാം മായെന്ന് വിചാരിച്ചിട്ട് ഭഗവാനെ ഭജിക്കണവരുടെ ഷഡ്ഭാവഭേദ വികാരങ്ങളൊക്കെയും ഉൾപ്പൂവിലോർക്കിലോ ദേഹത്തിനേ ഉള്ളൂ. ക്ഷുതൃഭയ സുഖ ദുഃഖാദി സർവവും ചിത്തെ വിചാരിക്കിലാത്മാവിനില്ലേതും. ഇത്തം ഉറച്ചു ഭജിക്കുന്നവരുടെ ചിത്തം തവ സുഖവാസായ മന്ദിരം. യാതൊരുത്തൻ ഭവന്തം പരം ചിദ്ഘനം വേദസ്വരൂപമനന്തമേകം സദാം വേദാന്തവേദ്യമാദ്യം ജഗൽക്കാരണം നാദാന്തരൂപം പരബ്രഹ്മമച്യുതം സർവഗുഹാശയസ്ഥം സമസ്താധാരം സർവഗതം പരാത്മാനമലേപകം. വാസുദേവം വരദം വരേണ്യം ജഗദ്വാസിനാത്മാത്മനാ കാണുന്നതും സദാ തസ്യ ചിത്തേ ജനകാത്മജയാ സമം നിസ്സംശയം വസിച്ചിടുക ശ്രീപദേ. സന്തതാഭ്യാസ, കണ്ടില്ലേ, അഭ്യാസം കൊണ്ടേ സന്തതാഭ്യാസ ദൃഢീകൃത ചേതസം സന്തതം ത്വൽപാദസേവാരതാത്മനം. സന്തതം ത്വന്നാമമന്ത്ര ജപ ശുചി സന്തോഷചേതസം ഭക്തിദ്രവാത്മനം.
അന്തർഗതനായി വസിക്ക നീ സീതയാ ചിന്തിത ചിന്താമണി ദയാവാരിധേ കർണാമൃതം തവ നാമമാഹാത്മ്യമോ വർണ്ണിപ്പതീൻ ആർക്കും ആവതുമല്ലല്ലോ ചിന്മയനായ നിൻ നാമമഹിമയാൽ ബ്രഹ്മമുനിയായി ചമഞ്ഞിതു ഞാനെടോ. ഇനി പിന്നെ വാൽമീകി തൻ്റെ കഥ പറയണ വരെയാണല്ലോ നമ്മളിപ്പോൾ ഈ പിന്നെ വ്യാസൻ്റെ അധ്യാത്മരാമായണത്തിൽ വായിച്ചത്. അപ്പോൾ അതുവരെ തന്നെയാണ് ഞാനിപ്പോൾ എനിക്ക് ഈ നാമമഹിമ കൊണ്ടല്ലേ ഞാൻ ബ്രഹ്മർഷിയായേ എന്ന് പറഞ്ഞല്ലോ അല്ലേ, അവിടെയാണ് നമ്മൾ ഇപ്പോൾ നിർത്തിയത്. ഇനി വാൽമീകിയുടെ കഥ പറയുകയാണ്, അത് നമുക്ക് നാളെ ചെയ്യാം. കാരണം വാൽമീകി എങ്ങനെയാണ് വാൽമീകി ആയതെന്നാണ് അവനവൻ്റെ തന്നെ കഥ. എങ്ങനെ ഒരു കാട്ടാളനായിരുന്ന ഞാൻ എങ്ങനെ വാൽമീകി ആയി എന്നുള്ള കഥ ശ്രീരാമന് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല, എങ്കിലും നമുക്ക് വേണ്ടി പറഞ്ഞു തരികയാണ് കേട്ടോ. അപ്പോൾ നമുക്കത് നാളെ വായിക്കാം. അപ്പോൾ രാമനാമത്തിൻ്റെ മഹിമ, എത്ര കഥയാണ് രാമനാമത്തിൻ്റെ മഹിമ ഉള്ളതെന്ന് കണക്കില്ല. എൻ്റെ ഒരു പുസ്തകം തന്നെ ഉണ്ട്, നാമമാഹാത്മ്യം എന്ന് പറഞ്ഞിട്ട്. അതിൽ രാമനാമത്തിൻ്റെയും നാരായണനാമത്തിൻ്റെയും എത്രയോ കഥകൾ, ഓരോരുത്തരുടെ അനുഭവങ്ങൾ, അങ്ങനെയൊക്കെ കുറേ പറയുന്നുണ്ട്. ഏതെങ്കിലും ഒന്ന് ചെറിയത് ഞാൻ അടുത്ത സെഷനിൽ പറയാൻ നോക്കാം. പല 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 കഥകളുണ്ട്. ഈവൻ ഹനുമാൻ്റെ തന്നെ, ഹനുമാൻ പറയൂലോ ശ്രീരാമൻ നാമാണ് നാമിയേക്കാളും ശക്തി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അതായത് ശ്രീരാമനാമത്തിന് പിന്നെ ആധാരമായിട്ടുള്ള ശ്രീരാമനേക്കാളും ശക്തിയാണ് അത്രയും രാമനാമത്തിന്. കാരണം ശ്രീരാമൻ അവതാരോദ്ദേശം കഴിഞ്ഞ് തിരിച്ച് പോയിട്ടും നാമം നിൽക്കുന്നുണ്ട് അവിടെ. ഇപ്പോഴും ആ നാമം ജപിച്ചിട്ട് ആൾക്കാർക്ക് മുക്തി കിട്ടണു എന്ന് പറയണതൊക്കെ കഥകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ ശ്രീരാമ മഹിമ പറഞ്ഞിട്ട് ആ നാമമാഹാത്മ്യം കൊണ്ടാണ് ഞാൻ ബ്രഹ്മർഷിയായെന്ന് പറഞ്ഞത്. ഒന്നുകൂടി വായിച്ച് നമുക്കിവിടെ നിർത്താം. രാമ ത്വന്നാമ മഹിമ വർണ്യതേ കേന വാ കഥം യത് പ്രഭാവാദഹം രാമ ബ്രഹ്മർഷിത്വമവാപ്തവാൻ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമ. ശ്രീരാമ രാമ 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 രാമ. ഗുരുവായൂരപ്പാ ശരണം.